നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്, കഴിച്ചു നോക്കാം. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട്. സെറ്റ്. വീട്ടിൽ ചപ്പാത്തിയൊക്കെ വെറുതെ രാവിലെ ഉണ്ടാക്കി വൈകുന്നേരം വെക്കുന്നതാണെങ്കിൽ എടുത്തുണ്ടാക്കി പോകും. വേറെ സാധനം കൂടെ ഉണ്ട്, വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവരുടെ സാധനം എല്ലാവർക്കും ഇഷ്ടപ്പെടുക അറിയില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് ട്രൈ ആക്കി നോക്കിയതാണ്. എല്ലാം ഇങ്ങനെ എന്നെ പോലെ ബേബയെ മുറിച്ചിട്ട് തീമാക്കാൻ വെച്ചോട്ടോ, അല്ലെങ്കിൽ പിന്നെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്നെ കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല. എല്ലാം ബേബെ ഇങ്ങനെ നോക്കിക്കോ, എന്തെല്ലാം വേണ്ടതെന്ന് കാണുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതെല്ലാം നോക്കുക, എല്ലാം അതേ കണക്ക് വെക്കുക, സെറ്റാക്കുക. ഓക്കെ ഓക്കെ ബേബേ. പിന്നെ ഉള്ളി വയറ്റുമ്പോൾ ഉപ്പിടണമെന്ന് അറിയാത്ത അന്തപ്പൊട്ടന്മാരല്ലോ നിങ്ങൾ. അപ്പോൾ അതൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി വെക്കുക. ഫുള്ള് മിക്സിങ്ങിലാണ് കളി, നല്ല മിക്സാക്കി ഇങ്ങനെ വെക്കുക. ഓക്കെ, പിന്നെ ഇതെങ്ങനെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പൊടികളെല്ലാം ഇടാം. പൊടി വെച്ചാൽ വലിയ വേണ്ടൊന്നുമില്ല, നമ്മളെ നോർമൽ വീട്ടിലെല്ലാം തന്നെ എന്തെന്ന് മഞ്ഞപ്പൊടിയും പറങ്കിപ്പൊടിയും പിന്നെ പെരുംജീരക പൊടിയും പിന്നെ ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ അത് മീറ്റ് മസാലയാണ് കേട്ടോ. അത് നോക്കിയിട്ടിട്ടാൽ മതി, ഞാനൊരു ഇതിനിട്ട്. പിന്നെ ആ ഒരു വീഡിയോ മിസ്സായി, ഈ ക്യാബേജ് ഇടുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു, അത് മിസ്സായി പോയിടാ. അതും പിന്നെ അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചിന്. ഓക്കെ, പിന്നെ നേരെ മുട്ട പൊട്ടിക്കുക, ഓംപ്ലേറ്റ് അടിക്കുക മീൻസ് അതിന് മീത്ത് ഇങ്ങനെ ചപ്പാത്തി വെക്കണം. അത് മിസ്സായി പോയിട്ടാ, സോറി. അതിന് മീത്ത ചപ്പാത്തി ഇങ്ങനെ ചെയ്ത് കണക്ക് കിട്ടും, വലിയ പണിയൊന്നുമില്ല. ഇനി നമ്മളെ നേരെ ആ മസാല എടുത്തിട്ട് ഇതിനെ മീത്ത വെക്കുക, കുറച്ച് കക്കിരിക്കയും വെച്ചിട്ട് നല്ല നാരങ്ങ അങ്ങ് പിഴിഞ്ഞങ്ങ് ഒഴിക്കുക. ഓക്കെ, ഏകദേശം സെറ്റായി. ഇനി ഇതിൽ നിന്നൊരു ബൈറ്റ് എടുത്താണ്ടല്ലോ, അപ്പോൾ സീൻ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ചപ്പാത്തിയൊക്കെ വെറുതെ ഉണ്ടെങ്കിലും ജസ്റ്റ് ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി ഫ്രീ ആകുമ്പോൾ. ഓക്കെ, ബൈ.